ഹലോ ഓൾ, ഞങ്ങളിന്ന് പോകുന്നത് പൂവാർ പൊഴിക്കര ബീച്ചിലോട്ടാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് പൂവാർ എന്ന് പറയുന്നത്. അവിടെ നിന്നും 1 കിലോമീറ്റർ തീരദേശ റോഡിലൂടെ സഞ്ചരിച്ചെത്താവുന്ന ഒരു സ്ഥലമാണ് ഈ പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ നദിയായ നെയ്യാർ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് ഇത്. കായലിൻ്റെ ഭംഗിയും കടലിൻ്റെ ഭംഗിയും നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ ഇവിടെ കഴിയും. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കടലും ലെഫ്റ്റ് സൈഡിൽ കായലുമായി ഇങ്ങനെ കിടക്കും. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കായലിൽ ബോട്ടിങ്ങിന് പറ്റിയൊരു അടിപൊളി കായലാണ്. ഈ കണ്ടൽ കാടലിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഒരു വേറൊരു വൈബ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ കായലിൽ ഫ്ലോട്ടിംഗ് റിസോർട്ട്സും ഹോട്ടൽസും കാണാൻ സാധിക്കും. പിന്നെ പൂവാർ ഐലൻഡ് റിസോർട്ട്സും കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലൂടെ ഇതിൻ്റെ ഭംഗിയൊന്നും നല്ലോണം മനസ്സിലാവില്ല, പക്ഷേ നേരിട്ട് കാണുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അതിൻ്റെ ഭംഗി നമുക്ക് നല്ലോണം മനസ്സിലാവണമെങ്കിൽ നമ്മൾ നേരിട്ട് കാണുക തന്നെ ചെയ്യണം. പിന്നെ ആ കാണുന്ന ആ വൈറ്റ് കളർ ബിൽഡിങ്ങാണ് പൂവാർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന ആ ഗ്രേ കളർ ബിൽഡിങ്സാണ് പണ്ട് ബ്രിട്ടീഷ് കാലത്ത് പണിത ബിൽഡിങ്സാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ മൊത്തവും കണ്ടൽ കാടുകളാണ്. ആ കണ്ടൽ കാടിൻ്റെ ഇടയിലൂടെയാണ് ഈ കായലൊഴുകുന്നത്. ഈ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ബീച്ചിൽ നിന്ന് കളിക്കാൻ എന്ത് രസമാണല്ലേ. ഇന്ന് പിന്നെ കടലിലും വലിയ തിരകളൊന്നുമില്ല, വളരെ കാമൻ ക്വയറ്റായിരുന്നു. പിന്നെ പ്രശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ഇന്നത്തേത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ കടലിൽ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വള്ളത്തെ കണ്ടോ? എനിക്ക് നമ്മുടെ ലൈഫുമായിട്ട് ഏറെ സാമ്യത ഉള്ള പോലെ എനിക്ക് തോന്നി. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. എനിക്കങ്ങനെ തോന്നി കേട്ടോ. അതിനെ കാണുമ്പോൾ എന്തോ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ രാവിലെ വന്ന കാരണം അധികം വെയിലും ഇല്ല, പിന്നെ അധികം റഷൊന്നുമില്ല. ആൾക്കാർ വന്നൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുള്ളും ആൾക്കാരെ കൊണ്ടങ്ങ് നിറയും. അപ്പോൾ ഇവിടെ കാണാനൊരു വേറൊരു ഭംഗി തന്നെയാണ്. നമുക്ക് ബീച്ചിനെ പറ്റി ഇനിയും പറയുകയാണെങ്കിൽ ഇവിടെ കുതിര സവാരിയും ക്യാമൽ സവാരിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പിള്ളേർക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ഹോളിഡേ ടൈം ഈവനിങ് ടൈംസൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണിത്. പിന്നെ ട്രിവാൻഡ്രത്തെ ബീച്ചസിൽ കാണാൻ വളരെ മനോഹരമായ ബീച്ചസിൽ ഒരെണ്ണം തന്നെയാണ് ഈ പൊഴിക്കര ബീച്ച് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ സമയം കിട്ടുമ്പോൾ ഈ ബീച്ച് എന്തായാലും കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.